ചേട്ടന്റെ ജീവന് വേണ്ടിയിട്ടാണ്, ജീവിതത്തിന് തിരിച്ചു വരാൻ വേണ്ടിട്ട് എല്ലാവരും മുമ്പിൽ കൈകും അപേക്ഷിക്കുക. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്ക്. എന്റെ ചേട്ടൻ ജീവിതത്തേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് എല്ലാരും സഹായിച്ചോളും. എല്ലാരും ഞങ്ങളെ സഹായിക്കണം. എല്ലാരും നിങ്ങളെ ഓരോരുത്തരുടെ വീട്ടിലുണ്ടാവുന്ന ഓരോ ചേട്ടന്മാരെ അവസ്ഥ ആലോചിച്ചോണ്ട്, മക്കളുടെ അവസ്ഥ ആലോചിച്ചോണ്ട് ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും സഹായിക്കണം. 26 വയസ്സായിട്ടുള്ളൂ. ചെറുപ്പത്തിൽ ഇതേപോലെ ബുദ്ധിമുട്ടായി തുടങ്ങി. 3 വർഷമായി ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നു, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് കിഡ്നി മാറ്റി വയ്ക്കാതെ വേറൊരു വഴിയില്ല. എനിക്ക് രക്ഷിക്കണം. എല്ലാ ചെറുപ്പക്കാരെ പോലെ ഞാൻ സ്വപ്നം കാണുന്നൊരു ജീവിതം എനിക്ക് തിരിച്ചു നൽകാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം, രക്ഷിക്കണം. എൻ്റെ അവസ്ഥ ഒന്നാണ്. നിങ്ങളോ കഴിവ് രക്ഷിക്കണം. എല്ലാവരും സഹായിക്കണം. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. എൻ്റെ എപ്പോഴും ഷെയർ ചെയ്യാനാണ് അവനതൊക്കെ. അവന്റെ ആഗ്രഹം ഇത് മുന്നോട്ട് ശേഷി കൊടുക്കും. ഇത് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്റെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ അവന് സാധിക്കും. അതിന് നല്ലവരെ എല്ലാവരും സഹായം ഞങ്ങൾക്ക് വേണം. അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എൻ്റെ മോന് ഒരുപാട് മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളായിട്ട് നമ്മൾ വളർത്തിയതാണ് നമ്മുടെ മകൻ. അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളെ കഴിയുന്ന എല്ലാ സഹായം എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. ഈ സഹോദരി തന്റെ ജീവന്റെ ജീവനായ ചേട്ടന് വേണ്ടി പറഞ്ഞ വാക്കുകളേക്കാൾ കൂടുതലൊന്നും എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാനില്ല. ഒരു നാടിന് മുഴുവൻ പ്രിയപ്പെട്ടവനാണ് ആദർശ്. മാതൃകാപരമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ്. പഠിപ്പിച്ച ടീച്ചർമാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുള്ള ഈ ചെറുപ്പക്കാരന്റെ ജീവന്റെ വില എന്ന് പറയുന്നത് 35 ലക്ഷത്തോളം രൂപയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ആഴ്ചയിലുള്ള 3 ഡയാലിസിസിൽ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ 10 ലക്ഷത്തോളം രൂപ ഇതിനോടകം തന്നെ ചെലവാക്കി കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരന്റെ ജീവൻ നമുക്ക് തിരികെ പിടിക്കണമെങ്കിൽ, ഈ വലിയ കുടുംബത്തിന്റെ ജീവിതം നമുക്ക് തിരികെ പിടിക്കണമെങ്കിൽ 35 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ. അതിന് ഈ നാട് മുഴുവൻ, ഈ നാട്ടുകാർ മുഴുവൻ നമുക്ക് നേരെ കൈകൾ നീട്ടുകയാണ്. അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ആദർശ് ഈ നാടിന്. എല്ലാവരും സഹായിക്കണം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ താമസിക്കുന്ന തച്ചുംപുറത്ത് വിശ്വാസൻ റിജീഷ ദമ്പതികളുടെ മൂത്ത മകനാണ് ആദർശ്. ആദർശിന്റെ അച്ഛനാണ് വിശ്വാസൻ. അദ്ദേഹവും ഇവിടെ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ രംഗത്തൊക്കെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ ഒരു നാടിന് മുഴുവൻ പ്രിയപ്പെട്ട കുടുംബമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നാട് മുഴുവൻ നമുക്ക് നേരെ കൈകൾ നീട്ടുന്നത്. സഹായിക്കണം. നമസ്കാരം. ഞാൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കഴിയാവുന്ന സാമ്പത്തിക സഹായവും നൽകിക്കൊണ്ട് നമുക്ക് ഈ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം, കൈകോർക്കാം. അതിനുവേണ്ടി എല്ലാവരും ഈ സംഘാടക സമിതിക്കൊപ്പം കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഞാൻ ജവാഹിർ. എൻ്റെ കൂടെ ഉള്ളത് വിശ്വനാഥൻ. ഈ പറയുന്ന ആദർശിൻ്റെ പിതാവാണ്. ഇത് സിദ്ദീഖ് പടിയത്ത്. ജനറ്റിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് ഫാമിലിയിലുള്ള ഒരാൾക്ക് കിഡ്നി കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഡോണറെ അന്വേഷിക്കണം. അതിനുവേണ്ട ചികിത്സ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വേറെ. ഇതെല്ലാം ഒറ്റക്കെട്ടായി എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇത്രയും പേരൊന്നും ഇവിടെ കൂടിയിട്ടുള്ളവർ നേരത്തെ പലരും പറഞ്ഞ പോലെ എല്ലാവരിലേക്കും ഇതെത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടിയെ വീണ്ടും ഒരു നല്ല ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ കഴിയും. നന്ദി. നമസ്കാരം. നമസ്കാരം. ഞാൻ രാജേഷ്, എസംപുരം പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പറാണ്. ഏറ്റവും നമ്മൾ ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തേണ്ട ഒരു ചെറുപ്പക്കാരനാണ് ആദർശ്. അപ്പോൾ ആദർശിന് വേണ്ടിയുള്ള
എല്ലാ സഹായ സഹകരണങ്ങളും മുഴുവൻ നാട്ടുകാരിൽ നിന്നുണ്ടാകണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളുടെ സുഹൃത്തുക്കളിലേക്കും നാട്ടുകാരിലേക്കും പരമാവധി പ്രചരിപ്പിക്കണമെന്നും